സദൃശ്യവാക്യങ്ങൾ പറയുകയാണ്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. ഈ ലോകത്തിലെ മനുഷ്യർ പറയുന്നത് കർത്താവിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ കോടീശ്വരന്മാർ ആരാടാ പ്രാർത്ഥനക്കാരനുള്ളത്. ലോകത്തിലെ 1-ാം നമ്പർ നോക്ക്, ഇപ്പം അമേരിക്കയിലുണ്ട്. അവൻ ദൈവഭക്തനാണോ? ഇപ്പോൾ കാശുണ്ടാകുന്ന കർത്താവിലാണ്. സത്യമാണ്. പക്ഷേ കർത്താവിനെ കൂടാതെ കാശുണ്ടാക്കാം, ഒരു കാര്യമില്ലല്ലോ. കർത്താവ് തന്നിട്ട് കാശുണ്ടാക്കി, അതിൻ്റെ കൂടെ കഷ്ടമില്ല, അതിൻ്റെ കൂടെ പിശാചിൻ്റെതായ ഒരു കളിയുമില്ല. കലഹത്തോടു കൂടെ ഒരു വീട് നിറയെ വിരുന്ന് കിട്ടും. ഒരു വശത്ത്, മറുവശത്ത് സ്വസ്ഥതയോടുകൂടെ ഉണങ്ങിയ റൊട്ടി കഷണം. കർത്താവ് തരുന്ന റൊട്ടി കഷണമായിരിക്കും, പക്ഷെ അതിൻ്റെ കൂടെ സ്വസ്ഥത തരുമെന്ന്. നിൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യയായിരിക്കും, നിൻ്റെ മക്കൾ നിൻ്റെ മക്കളായിരിക്കും, നിൻ്റെ മാതാപിതാക്കൾ, നിൻ്റെ സഹോദരങ്ങൾ, നിൻ്റെ ചാർച്ചക്കാർ, നിൻ്റെ കുടുംബം. ദൈവം വിളിച്ചുള്ള കുടുംബമെന്ന്. ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുമോ?